ജനപ്രതിനിധികൾ എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം. എഴുത്തുകാരനത് വേണ്ട. കാരണം എഴുത്തുകാരന്റെ എഴുത്താണ് അക്കൗണ്ടബിൾ ആകുന്നത്. അതുകൊണ്ടാണ് കവിതയ്ക്ക് വിമർശന ഗ്രന്ഥമുണ്ടാകും, സാഹിത്യത്തിന് വിമർശന ഗ്രന്ഥമുണ്ടാകും, സാഹിത്യകാരന് വിമർശന ഗ്രന്ഥമില്ല. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് സ്വയം സമർപ്പിച്ചിറങ്ങുന്ന ഒരാളോട് അയാളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെക്കുറിച്ചും ആളുകൾ ചോദ്യം ചെയ്യും. അവിടെ വ്യക്തിപരത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഒരു നേതാവ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി അദ്ദേഹം ഭരണാധികാരിയായാലും നമ്മുടെ വോട്ട് വാങ്ങി അധികാരത്തിരിക്കുന്ന ഒരാളല്ലേ, അക്കൗണ്ടബിൾ ആകണം. നമ്മൾ ചോദിക്കും, ഇപ്പൊ താനാരാ ചോദിക്കാൻ, ഇയാളാരാ ചോദിക്കാൻ, അയാളാരാ ചോദിക്കാൻ, എന്താ ചോദിക്കുന്നത് എന്ന് ചോദിക്കാനോ തട്ടാമുട്ടി പറയാനോ പാടില്ല. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു തീരും, അക്കൗണ്ടബിൾ ആയ തീരും. അത് വ്യക്തിപരമായിട്ട് കാര്യത്തിലാണെങ്കിലും. ഇനി അങ്ങനെ വ്യക്തിപരമായ ഉത്തരങ്ങൾ പറയുമ്പോഴും സൂക്ഷിക്കണം. ഇപ്പം അടുത്ത് മുഖ്യമന്ത്രി എറണാകുളത്ത് അമ്മായച്ചനെ കാണാൻ പോകുന്നു, തിരുവനന്തപുരത്ത് നിന്ന്. ഒരു പ്രാവശ്യം വന്നു, പ്രകൃതി മടക്കി അയച്ചു, വീണ്ടും വന്നു, കണ്ടു. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ധാർമ്മികമായത് ശരിയല്ല. കാരണം ഒരു പൊതു ആവശ്യത്തിനായി വാങ്ങിയിരിക്കുന്ന വസ്തു സ്വന്തം താല്പര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് അടിയന്തര ആവശ്യമായിട്ട് തോന്നിയത് അദ്ദേഹത്തിന്റെ അമ്മായച്ചന്റെ കാര്യമാണെങ്കിൽ നമുക്കതിന് തർക്കം പറയാനൊന്നുമില്ല. പക്ഷെ ആളുകൾ ചോദിച്ചാൽ ഉത്തരം പറയണം. നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കില്ല. അവര് എന്തെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞാൽ ഉടനെ തന്നെ സ്തുതി പാടാനായിട്ടിരിക്കുകയാണ്. പോട്ടെ, എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നത് സ്വകാര്യ ആവശ്യത്തിനല്ലെന്നും അത് ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയാണെന്നും സംസ്ഥാനത്തേക്ക് ഒരു നിക്ഷേപം വരികയാണെന്നും അത് തീർത്തും രഹസ്യമായ നിക്ഷേപമാണെന്നും ആ നിക്ഷേപകനെ ആരുടെ മുമ്പിൽ അവതരിപ്പിക്കില്ലെന്നും ഒക്കെ മുഖ്യമന്ത്രി പറയുന്നത് ആദ്യം പറഞ്ഞ കാര്യത്തെക്കാൾ അപഹാസ്യം. അമ്മായച്ചൻ കാണാൻ വന്നു എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് ഉപയോഗിച്ചു എന്ന് ഒരിടത്ത് മാത്രം തോന്നുന്നു. പക്ഷേ അമ്മായച്ചനല്ല കാണാൻ വന്നത്, ഒരു ഇൻവെസ്റ്ററെയാണ്, ഒരു നിക്ഷേപകനെയാണ്, സംസ്ഥാനത്തിന് വേണ്ടി ഒരു വലിയ തുക നിക്ഷേപിക്കാൻ ഉള്ള ആളാണെന്ന് പറയുമ്പോൾ അത് രഹസ്യമാണോ, അത് സ്വകാര്യമാണോ, അത് സ്വയമായി ഒളിച്ചു വെക്കാൻ കഴിയുന്ന കാര്യമാണോ? വ്യവസായ മന്ത്രി കൂടെ വേണ്ടതായിരുന്നു, ഉദ്യോഗസ്ഥർ വേണ്ടതായിരുന്നു. അങ്ങനെ മാത്രമേ അങ്ങനെ ഒരു നിക്ഷേപകരമായ ചർച്ച നടക്കൂ. അല്ലാതുള്ള എന്ത് നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം എന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തിലുള്ള നിക്ഷേപമാണെന്ന് ആളുകൾ ചോദിക്കില്ലേ? ആദ്യം ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ചപ്പോൾ അതിനേക്കാൾ വലിയ അബദ്ധത്തിലേക്കും നുണയിലേക്കും അത് പോകും. നുണ എന്ന വാക്കിപ്പോൾ പറയാൻ പാടില്ലെന്ന് എല്ലാവരും പറയണ്ടേ. ആ വാക്ക് റദ്ദ് ചെയ്യണം, ഡിക്ഷണറി എന്ന് വരെ നീക്കം ചെയ്യണമെന്നുള്ള കാലമാണ്. അപ്പൊ ഇതൊരു അബദ്ധമാണ്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി പെടുന്നത് ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ളത് നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത്, ടാറ്റ നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നു, ടാറ്റ നിഷേധിക്കുന്നു. ഇങ്ങനെ പരസ്യമായി അവഹേളിതനാകാൻ സ്വയം നിന്നു കൊടുക്കരുത്. അതൊന്ന് പരിശോധിക്കാൻ, ആത്മവിമർശനപരമായി പരിശോധിക്കാൻ തയ്യാറാണ്.